കുട്ടികൾ സംഗീതമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനന്തസാഗരമാണ് സംഗീതം കേട്ടോ. ആ അതിൻ്റെ ആഴത്തിൽ ഇറങ്ങി പോണം നമ്മൾ. പഠിച്ചു കുഴിയിട്ട് പോകണം കേട്ടോ. അപ്പോൾ സംഗീതം ഞാൻ പറയുന്ന പോലെയൊക്കെ നിങ്ങൾ ഞാൻ എങ്ങനെ പറയുന്നു അതുപോലെയൊക്കെ പറഞ്ഞോളാം കേട്ടോ. പിന്നെ വേറെയുള്ള സംഗീതജ്ഞരൊക്കെ വേറെ വല്ലതൊക്കെ പഠിപ്പിച്ചു എന്നിരിക്കും കേട്ടോ കുഞ്ഞെ, നിന്നോടും കൂടെ പറയുന്നത്. അവ കൃത്യനിഷ്ഠമായിട്ട് പഠിപ്പിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആയിക്കോട്ടെ. പറഞ്ഞേ. ആരോ തെറ്റിച്ചല്ല, ഒന്നുകൂടെ പറഞ്ഞേ. പറഞ്ഞേ. ആരോ തെറ്റിക്കുന്നുണ്ടല്ലോടാ. നീന്ന് പറഞ്ഞേ, ഒറ്റയ്ക്ക് പറഞ്ഞേ. പശയോ പശയോ എടാ, പശയല്ല പസ. പറഞ്ഞേ. കേട്ടോ, അങ്ങനെ പഠിക്കണം. അപ്പോ ഇതാണ് സംഗീതത്തിന്റെ ഏറ്റവും അടിത്തറ. ഇതറിയാമെങ്കിൽ പിന്നെ മുകളിലേക്ക് വെച്ചടി കയറ്റമായിരിക്കും. അപ്പോ കേട്ടോ, നല്ല രസമല്ലേ പറയാൻ. അപ്പൊ ഇനി നമുക്ക് മുകളിലേക്കുള്ള ഭാഗങ്ങളിലേക്ക് കിടക്കാം. അപ്പൊ ഞാനിവിടെ പഠിപ്പിക്കുന്ന ഏത് രീതിയിലാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് DP പ്രകാരം എങ്ങനെ സംഗീതം പഠിക്കാം. അതായത് നമ്മൾ സംഗീതം പഠിക്കുമ്പോൾ കണ്ടും കേട്ടും പഠിക്കണം. പിന്നെ എല്ലാവരും മുക്ക് തുറന്ന് മറ്റേ പെട്ടി, ഞാൻ പെട്ടി ഉപയോഗിക്കാറില്ലല്ലോ. ഞാൻ സംഗീതം ഓർഗനോ ഹാർമോണിയോ ഉപയോഗിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടോ? ഇല്ല, അതൊന്നും അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ സംഗീതം പഠിക്കുമ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്തു വേണം നമുക്ക് പഠിക്കാൻ. അപ്പോൾ പസ, അതാണ് ആ പസ എപ്പോഴും ഓർത്തിരിക്കണം. പസയുടെ കാര്യം കേട്ടോ. അവനിപ്പോ ഇനി വീട്ടിലേക്ക് പോകണ വഴിക്കൊക്കെ വഴി കൂടെ ഒക്കെ അങ്ങനെ പറഞ്ഞു കിടന്നോളാം. ഇവൻ ഇച്ചിരി റിലേ പോയി കിടക്കാൻ തോന്നുന്നു ഇല്ലേ? പശാന്നൊക്കെയാ പറയുന്നത്. ആയിക്കോട്ടെ, എന്നാലും മതി. അപ്പൊ കണ്ടും കേട്ടും നമ്മൾ പഠിച്ചില്ലേ DP പ്രകാരം അങ്ങനെ സംഗീതം പഠിക്കാം, അക്ഷരമാലയും പഠിക്കാം, സംഗീതവും പഠിക്കാം. ഈ ഒരു ചിട്ടവട്ടം വെച്ചിട്ടാണ് എൻ്റെ സംഗീതം പോകുന്നത്. മനസ്സിലായില്ലേ? അപ്പോ പാസ. ഇന്നത്തെ ക്ലാസ് ഇത്ര മതി കേട്ടോ. എന്തെങ്കിലും സംശയങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ചോദിച്ചു. എന്തെങ്കിലും സംഗീതത്തെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡങ്കം എന്ന് പറഞ്ഞ സംഗീതത്തിൽ ഡങ്കം എന്ന് പറഞ്ഞ ഒരു വാക്കില്ല കുഞ്ഞെ. എവിടെയാണ് ഡങ്കം? എവിടെയാണ് ഡങ്കം? ഡങ്കം ഉണ്ടല്ലോ. നല്ലൊരു ശിക്ഷ കേട്ടോ, നന്നായിട്ട് പറഞ്ഞു. ഡങ്കം എന്നൊരു ഭാഷയുണ്ട്. ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ചോദിച്ചെങ്കിലേ ഉള്ളൂ ഒരു സംഗീതജ്ഞനാകാൻ പറ്റൂ കേട്ടോ. പോയിക്കോളൂ. അപ്പൊ എല്ലാവരും നാളെ കൃത്യം തന്നെ വന്നിരിക്കണം. പിന്നെ പൈസ എല്ലാവരും വീട്ടിൽ നിന്ന് മേടിച്ചോണ്ട് വരണം കേട്ടോ, മാസത്തിലുള്ള. നമസ്കാരം. ആരാ പുതിയ പഠിക്കാൻ? പോയിക്കോ. അതെ, താങ്കളാണോ ഈ ആപ്പ്? കോപ ആപ്പ് ഭാഗവതര ആപ്പ്? അല്ല, അങ്ങനല്ലേ അത്? അട്ടക്കുളം അമ്പുചാക്ഷ പിഷാരടി അങ്ങനെ ശരിക്കും പേരല്ലേ? സോറി അറിഞ്ഞില്ല, ഞാൻ പത്രത്തിൽ നിന്ന് വരെയാണ്. പത്രത്തിനാണോ? ഇന്റർവ്യൂ വിളിച്ചു പറയാറുന്നല്ലേ? ഇന്റർവ്യൂ ചെയ്തു. പക്ഷേ ഇക്കിളി കൂട്ടരുത്. എന്നാ വേണമെങ്കിൽ ചോദിക്കാം. സംഗീതം എന്ന് പറയുന്ന അനന്തസാഗരത്തില് ഞാൻ ഇങ്ങനെ അതിന്റെ പ്രതലത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ എന്ത് വേണമെങ്കിൽ എന്നോട് ചോദിക്കാം സംഗീതത്തെ കുറിച്ച്. ചോദിച്ചോളൂ. ടിവിയിലൊക്കെ വരുന്ന പരിപാടിയാണോ? ടിവിയിൽ വരും. പത്രത്തിലാണോ ആദ്യം വരുന്നത്? ടിവിയിലേക്ക് വരുള്ളൂ. സംഗീതത്തിന് വേണ്ടി ആശാൻ എന്ത് സംഭാവന ചെയ്തിട്ടുണ്ട്? സംഗീതത്തിൽ ജീവിതത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഒരു 2 രൂപ മിനിഞ്ഞാന്ന് കൊടുത്തായിരുന്നു. ആരോ വന്ന് ചോദിച്ചു, ഒരു 2 രൂപ സംഭാവന ഞാൻ ചെയ്തിട്ടുണ്ട്. സംഗീതത്തിന്റെ സംഭാവന കൊടുത്തിട്ടുണ്ട്. സംഗീതം മൊത്തത്തിൽ എത്ര തരമുണ്ട്? സംഗീതം എത്ര തരമുണ്ടെന്ന് ചോദിച്ചാൽ മറ്റുള്ള ഭാഗവതന്മാർ 125 124 ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അത്രയും ഇല്ല സംഗീതം. സംഗീതം ശരിക്കും 3 സംഗീതമേ ഉള്ളൂ. 3 തരം സംഗീതം? 3 സംഗീതമേ ഉള്ളൂ. അതായത് മാപ്പ് സംഗീതം, സോപ്പ് സംഗീതം, ആപ്പ് സംഗീതം. മാപ്പ് സംഗീതം, സോപ്പ് സംഗീതം, ആപ്പ് സംഗീതം. ഇത് വേണമെങ്കിൽ ഞാൻ ഒന്ന് പാടി കേൾപ്പിച്ചേക്കാം. ആദ്യമായി മാപ്പ് സംഗീതം. മാനസേശ്വരി
മാപ്പ് കണ്ട മാപ്പ് വേണ്ട. ഞാൻ മാപ്പ് ഇതാണ് മാപ്പ് സംഗീതം. സംഗീതം. കൊള്ളാം. ഇനി സോപ്പ് സംഗീതം. വെള്ളക്കുമ്പം കുളിക്കണ നേരത്ത് മുന്നിൽ വന്ന് സോപ്പിട്ട് തന്നവനെ. ഇത് സോപ്പ് സംഗീതം. ഇനി ആപ്പ് സംഗീതം. ആപ്പ് കൈസ കൊയ്യുമേരി ജിന്ദഗിക്ക് കൊയ്യുമേ അപ്പഞ്ചായേ. രണ്ടാപ്പോട്ടെ അപ്പഞ്ചായ. ഇത്രയൊക്കെ ഉള്ളൂ സംഗീതം. അല്ലാതെ ചുമ്മാ ആരോ ഒക്കെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു നമുക്ക് പ്രശ്നമല്ലാതെ. ഈ സ്വരം നന്നാവാനായിട്ട് എന്ത് ചെയ്യണം? പാട്ട് നിർത്തണം. സ്വരം നന്നാവുമ്പോ പാട്ട് നിർത്തണമെന്ന് കാരണന്മാര് പറയാറില്ല. അതാണ് ചെയ്യേണ്ടത്. ആദ്യം ചെയ്യേണ്ടത് പിന്നെ സ്വരം നന്നാവണമെന്ന് പറഞ്ഞാൽ എങ്ങനെ പാടുന്ന സ്വരം നന്നാ സാധനം ചെയ്യണം. അത് ചെയ്യണം. അത് ചെയ്തെങ്കിലേ ഉള്ളൂ നമുക്ക് സ്വരം നന്നാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ശരി, അടുത്ത ചോദ്യം ചോദിച്ചോളൂ. ആശാനാണോ ആശാനെ സംഗീതം പഠിപ്പിച്ചത്? പിന്നെ ആശാനല്ലാതെ ശിഷ്യനാണ് സംഗീതം പഠിപ്പിക്കുന്നത്. അങ്ങനെയാണോ? ഇത് വേറെ കാര്യത്തിനും വേണ്ടിട്ട് വന്നേക്കുന്നതാണോ? വന്നൂല്ലോ. എന്റെ ശിഷ്യനാണ്. 7 കൊല്ലായി അലഞ്ഞിരിഞ്ഞ് നടക്കുക. കശ്മലൻ ചുംബൻ പിന്നെ എന്റെ പൊന്നെ എന്നെ സ്നേഹം കൊണ്ട് ഇങ്ങനെ വീർപ്പ് മുട്ടിക്കല്ലേ ഗുരുവോ. ഒരു കഴിവ്. ഇത് ആരാ ഇത്? ഇത് ഒരു പത്രത്തിൽ നിന്ന് വന്നാണോ? എന്റെ ഗുരുവിനെ ഇത്രത്തോളം അങ്ങോട്ട് പൂഴ്ത്താൻ വേണ്ടി മാത്രം എന്റെ ഗുരു എന്ത് ചെയ്തിരിക്കണേ. ഇതായി പോയിരിക്കുന്നു. അപ്പോ നമ്മുടെ ശിഷ്യനാണ്. 7 കൊല്ലായിട്ട് കണ്ടിട്ടില്ല. ഞാൻ അലച്ചില്ലായിരുന്നു. പിന്നെ അപ്പൊ ദക്ഷിണ വെച്ച സമയത്തെങ്കില് വെച്ചില്ലേലിങ്ങനെ ദക്ഷിണ പഴിക്കായിട്ട് പൈസ ആയിട്ട് ഇങ്ങനെ വെച്ച സമയത്തെങ്കില് ഒറ്റ രാഗാണ്. അനുഗ്രഹിക്കണം ഗുരു. അതിന് വരെ രാഗം ഉള്ള ഒരൊറ്റ ആള് ഇദ്ദേഹമാണ്. എന്തിനാ ഗുരു എന്നെങ്കിലും വെറുതെ അങ്ങോട്ട് പുകഴ്ത്തുന്നത്? പക്ഷെ ഒരു കാര്യം പറയാട്ടോ, എന്റെ ഗുരുവിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എനിക്കുണ്ടോ. പറയാ, കഴിഞ്ഞ 7 വർഷമായിട്ട് ഞാൻ ഊര് മൊത്തം ഇങ്ങനെ ലോകം മുഴുവൻ അങ്ങോട്ട് സംഗീതം കൊണ്ട് അങ്ങോട്ട് സഞ്ചരിച്ചത്ര. 7 കൊല്ലായിട്ട് കറക്കം തന്നെ തന്നെ. കഴിഞ്ഞ ഒരു 7 വർഷത്തിനായിട്ട് ഒത്തിരി സ്ഥലത്ത് ഞാൻ പോയി. എവിടെയൊക്കെ പോയി? ആദ്യം പോയത് ഗുരുവായൂരായിരുന്നു. ഗുരുവായൂർ ഒരു 1.5 വർഷം അങ്ങോട്ട് നകളിച്ചു. ഗുരുവായൂർ കിടന്നങ്ങോട്ട് നകളിച്ചു. അതിനുശേഷം നേരെ അങ്ങോട്ട് ശ്രീപത്മനാഭ ക്ഷേത്രത്തിൽ അങ്ങോട്ട് പോയി. അവിടെ നടയിൽ ഇരുന്നിട്ട് ഒരു 3.5 വർഷം അങ്ങോട്ട് കുന്തളിച്ചു. തീർന്നില്ല. അതിനുശേഷം നേരെ പോയത് അങ്ങോട്ട് കണ്ണൂർക്ക് പോയി. അവിടെ അവിടെ പിച്ചാരി ഉണ്ടല്ലോ, പേര് കേട്ട ആളിലെ സംഗീതജ്ഞൻ ആണ്. ഈ ഭാവം അവിടെ അങ്ങോട്ട് അർമാദിച്ചു. ഒരു 3 വർഷം പോരാഞ്ഞിട്ട് അത് 3 മാസം അങ്ങോട്ട് അർമാദിച്ചു എന്നാണ് പറയണത്. അപ്പോ അവന് ചത്തിട്ടില്ലേ? ഇല്ലത്ര ഗുരു ചോദിച്ചോ? ഇങ്ങോട്ട് പോണ സമയത്ത് ചോദിച്ചു. ഗുരുവിനെ ഓർമ്മിപ്പിക്കണമെന്ന് പറഞ്ഞു അദ്ദേഹം. ഓ അല്ലേ? അപ്പൊ പറയുക പറയട്ടെ. 7 വർഷം കഴിഞ്ഞിട്ട് ഗുരു ശിഷ്യനെ കണ്ടിരിക്കുകയാണ്. നീ എപ്പോഴാണ് ഈ നമ്പൂതിരിയായത്? അങ്ങനെ അത്രയും കൂടെ നമ്പൂതിരിക്കണ്ട. അല്ല, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിന് മുണ്ടു സൗരഭ്യം എന്നാണല്ലോ. കുറെ നേരമായിട്ട് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാണല്ലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആശാനും ശിഷ്യനും ആയിട്ട് 7 കൊല്ലത്തിന് ശേഷം കണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും സംഗീതത്തിന്റെ ഒരു സദ്യ തന്നെ ഇവിടെ ഉണ്ടാവും. ഒരു മത്സരം തന്നെ അങ്ങ് ആയിക്കോട്ടെ. ശിഷ്യനും തമ്മിലുള്ള ഒരു മത്സരം തന്നെ ആയിക്കോട്ടെ. തുടങ്ങാൻ ഗുരു അങ്ങോട്ട് അനുഗ്രഹിക്കുക. എന്റെ ഒരു സംഗീതത്തിലെ ഒരു സംഭവമാണ് കച്ചം. അത് പാടി എനിക്ക് കച്ചസ്വരങ്ങളാൽ സൗഹൃദമേകും മദ്യം. മദ്യമോ? എന്നോടോ? പിടിച്ചോളൂ. എന്നാ പിടിച്ചോ. മദ്യരാഗങ്ങളിൽ നടന സുരകളിൽ അരിഞ്ഞുടങ്ങി വരും സംഗീതം. വെപ്രാളം 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 എന്നോടോ? പിടിച്ചോളൂ. ണെങ്കിൽ ശൗരസ്വരങ്ങളിൽ മന്ത്രങ്ങളോതും ഹിമമകനമേ. തീർക്കാണ്
ഛർദി ഛർദി രാത്രി പാടും. ജയിച്ചിരിക്കുന്നു. ജയിച്ചിരിക്കുന്നു. എല്ലാം സമ്മതിച്ചിരിക്കുന്നു. അല്ല ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം കേട്ടോ അടിയെ ഇങ്ങനെ ആകാൻ കഴിഞ്ഞത്. തോറ്റു കൊടുത്താ ഉള്ള ഇത് പോകൂലേ? ഇത്ര ആയ സ്ഥിതിക്ക് ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ചോദിച്ചോളൂ. ഈ ഇടയ്ക്ക് ആശാൻ എന്തോ DPP പ്രകാരം എന്തോ ഒരു പരിപാടി തുടങ്ങി എന്ന് പറഞ്ഞല്ലോ. അല്ല അത് നീ കശ്മെല്ലാം കൂടെ പോവാ. ഇതിനെ അപ്പൊ എന്തൊക്കെയുണ്ട്? അവസാനത്തെ ചൊൽക്കെട്ടിൽ അങ്ങോട്ട് പിടിക്കുക. അതായത് മറ്റൊന്നുമില്ല, ഞാൻ വന്നതിന്റെ കാര്യമാണ് പറയാലോ. പറയാ. ഒരാഴ്ചയായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് അപ്പൊ കറങ്ങി അടിച്ച് നടക്കുമായിരുന്നു. നേരെ ഇത്രയും നാളായിട്ടും ആഹാരം കഴിച്ചിട്ടില്ല. തീരെ വിശേഷമില്ല. തിന്നമ്പലം അത് പറ. അപ്പൊ അകത്തേക്കും കൂടി ചെല്ലുക. അകത്തേക്ക് ചെല്ലുക. എന്നിട്ട് ആവശ്യത്തിന് കഴിക്കാം. ആയിക്കോട്ടെ. അങ്ങോട്ട് പോവുക. അന്തർജനം അകത്തുണ്ടാവും. അങ്ങോട്ട് പോവുക. പാവം ഒന്നും നേരി അന്തർജനം. ആ പട്ടീനെ കഴിച്ചു വിട്ടേ. പട്ടിനെ അയച്ചോണ്ടിരുന്ന പട്ടിയും തീരെ ഒന്നും കഴിച്ചിട്ടില്ല. അതെയോ? അതുകൊണ്ടാ. അപ്പൊ നമുക്ക് സംഗീതത്തിലേക്ക് കിടക്കാം. DPP പ്രകാരം നമ്മുടെ സംഗീതം എന്ന് പറഞ്ഞാൽ DPP പ്രകാരമുള്ള സംഗീതമാണ് നമ്മൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കാണുകയും ചെയ്യാം പഠിക്കുകയും ചെയ്യാം. കേട്ടോ, പറഞ്ഞു മനസ്സിലായി? അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ചേർന്ന് നിന്ന് കാണാൻ അത് വേറെ സെറ്റപ്പാണ് അത്. കേട്ടോ, അപ്പൊ ഇതുപോലെ ഒരു മനുഷ്യനും ജീവിതത്തിൽ സംഗീതം പഠിപ്പിച്ചിട്ടില്ലാന്ന് തന്നെ വേണേ അങ്ങ് പറയാം. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. സരി 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 സാരി സാരി സരി 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 ഗമ ഗമ ഗമക്കാണ് കൂല നമ്മൾ ഗമ 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 സരി 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 ഗമ 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 സരി 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 ഗമ 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 സരി സരി ഗമ ഗമ സരി സരി ഗമ ഗമ ഇതെന്താ പദ സരി 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 ഗമ ഗമ പദ പദ സരി 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 ഗമ 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 പദ 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 സരി സരി ഗമ ഗമ പദ പദ സരി സരി പദ 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 പരി 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 എന്തായാലും വെള്ളത്തിൽ കളിച്ചാ പനി പിടിച്ചു. പനി പിടിച്ചു, ഭയങ്കര പനി. പനി മാറിയിട്ട് ഒരു ദിവസം കേട്ടാ. അപ്പൊ ശരി, ശരി ശരി. ഇങ്ങനെയൊക്കെ പഠിപ്പിക്കാം. കണ്ടോ, ഒരു പാക്കറ്റ് സർഫും ഒരു സാരിയും വെച്ച് സംഗീതം പൂർത്തിയായി. അപ്പൊ പത ഇവിടെ ഇങ്ങനെ പതഞ്ഞു കിടക്കട്ടെ. ഈ രൂപ അതിനകത്ത് ഇട്ടാലേ കച്ചില കഴിയുമ്പോ എന്റെ ദൈവമേ, പുത്തൻകോടിക്കൊരു നുള്ളിരിക്കട്ടെ ആദ്യമായിട്ട്. കേട്ടോ, എന്റെ വേണം ഇത്. എന്റെ രസമാണ് ഇതിന്. എന്നാ ഉണ്ട് വിശേഷമൊക്കെ? അമ്മച്ചി സുഖമായിട്ട്? അമ്മച്ചി അച്ഛനോ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എനിക്ക് അത് അറിഞ്ഞാൽ മതി. ഒരു പ്രാരാബ്ദം ഒരു സന്തോഷമില്ലായ്മ കാണരുത് വീട്ടിൽ. കേട്ടോ, അപ്പം നമുക്ക് ഇന്ന് എല്ലാം ഞാൻ അങ്ങ് പഠിപ്പിച്ചേക്കാം. കേട്ടോ, ഒന്നും ഞാൻ ഇനി നീക്കി വയ്ക്കുന്നില്ല. നല്ല രീതിയിൽ കൂടി തന്നെ നമുക്ക് പഠിക്കാം. കേട്ടോ, അപ്പോൾ മാഷ് പഠിപ്പിക്കുന്ന എന്ന് ഞാൻ ഓർമ്മിപ്പിക്കാറുണ്ടല്ലോ, ഏത് രീതിയിലുള്ള സംഗീതം ആണെന്ന് നമുക്കറിയാമല്ലോ. അതെ, DPP പ്രകാരമുള്ള സംഗീതമേ ഉള്ളൂ നമ്മൾ നടത്താറുള്ളൂ. അല്ലാതെ വേറെ പലരും ഒക്കെ പഠിപ്പിക്കുന്ന പോലെ പറ്റിയും വെച്ചാൽ ഉള്ള ഇതൊന്നും അല്ല. കേട്ടോ, അപ്പോൾ നമുക്ക് DPP അക്ഷരമാലം പഠിക്കാം, സംഗീതവും പഠിക്കാം. എന്നൊക്കെയാ? അക്ഷരമാല പഠിക്കാം, സംഗീതവും പഠിക്കാം. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങിയേക്കാം. വേണി ഇച്ചിരി കൂടെ അങ്ങ് ചേർന്നൊക്കെ നിൽക്കാം. കേട്ടോ, അപ്പം ഗായിക്ക ഗായിക്ക മാങ്ങയോ? പുളിയ മാങ്ങ തിന്നാനുള്ള സമയമായോ അവിടെ? എടി മാങ്ങ അല്ല, പറഞ്ഞു നിസാരമായിട്ട് പറയാവുന്നുള്ളൂ. ഗാഗ ഗായിക്ക ഗായിക്ക ഗാങ്ങ പറഞ്ഞു. അടിപൊളി അടിപൊളി അടിപൊളി. അടിപൊളി. അങ്ങനെ ഇങ്ങനെ പറയാ. ടൈറ്റാണോ? എന്നാ അവിടെ സാക്ഷി മുഖം കാണണ്ട.